ഞാൻ പച്ചയ്ക്ക് പറഞ്ഞ എൻ്റെ രക്തവും മാംസവും ഉണ്ടായിരുന്ന സമയത്ത് ഊറ്റിക്കുടിച്ചവർ പോലും എന്നെ ഒന്നും വിളിച്ചു തിരക്കാത്താണ് ക്യാൻസർ. അതാണ് ആ ക്യാൻസർ. ഞാൻ സ്നേഹിച്ചവരാരും എന്നെ കാണാൻ വന്നില്ല, എന്നെ സ്നേഹിച്ചവർ വന്നു. കിച്ചുവിനെ കാണാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ അമ്മയെന്ന് വിളിച്ചൊരു കുട്ടിയായിരുന്നു അവൻ. 2016 ലാസ്റ്റാണ് സൂചേട്ടൻ എനിക്ക്. ഞാൻ അന്നൊക്കെ പാടുമായിരുന്നു. ഞാനൊരു പാട്ട് പാടിക്കോട്ടെ, എനിക്കിങ്ങനെ തോന്നുന്നു. കിച്ചുവിനെ പറ്റി ഓർക്കുമ്പോൾ സത്യമായിട്ട് എനിക്ക് സ്നേഹമില്ലെന്ന് പറയുന്നവരോടാ പറയുന്നത്. അന്ന് ഞാൻ ഓർക്കുന്ന പാട്ടായിരുന്നു. കാർത്തിക രാത്രിയിലെൻ കൈക്കുമ്പിളിൽ വീണമുത്തേ. ആ കൊച്ചാണിപ്പം വലുതായി കഴിഞ്ഞപ്പം, ക്യാൻസർ ആയി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, എന്നെ ഒന്ന് വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അമ്മ അല്ലെങ്കിൽ സ്നേഹത്തോടെ അവനൊന്ന് വന്ന് കണ്ടിരുന്നെങ്കിൽ ഞാൻ ഇത്ര ഇത് പറയത്തില്ലായിരുന്നു. ഞാൻ ഒത്തിരി അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അവനെ പറ്റി. ഞാൻ അല്ലെ പറയത്തില്ലായിരുന്നു. കാണട്ടെ, ഞാൻ അതുപോലെ സ്നേഹിച്ചു. അത് അവനറിയാം എങ്ങനെയാണ് ഞാൻ അവനെ കണ്ടെന്ന്. അത് എനിക്കും അവനും അറിയാവുന്ന കാര്യമാണ്. അമ്മേനെ എന്താണ് കാണാൻ വരാത്തെന്ന് ജനങ്ങൾ ചോദിക്കുമ്പോൾ ഒരു ന്യായം പറയാൻ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് എനിക്ക് അയച്ചു. ഒരു വിഷമം വന്നാലും ഒരു നെഗറ്റീവ് ആരെങ്കിലും മെസ്സേജ് അയച്ചാലും, സൂചന മരിച്ച സമയത്ത് കിച്ചുദേ ഇത് കണ്ടു, അവനാണ് അതിന് തിരിച്ചു പറയുന്നത്, എൻ്റെ അമ്മേനെ ഇനി വിളിക്കരുത്. ചോദ്യമാണ്, ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് വഴിതെറ്റിപ്പോയി? എൻ്റെ അല്ല, അച്ഛമ്മ വളർത്തിയതാ. ആ മോനെ ആരാ വളർത്തിയത്? ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. അമ്മയെക്കാളും വളരെ ഇതോടെ വളർത്തുന്നതാണ് അച്ഛമ്മ ഫിറോസിക്ക. അത്രയും നാളും നമ്മളെ നെഗറ്റീവ് പറഞ്ഞിട്ട് വയ്യാതപ്പോൾ ഒരാൾ വിളിച്ച് തിരക്കാന്ന് പറഞ്ഞാൽ അതിപ്പരം നമുക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളടാ. എല്ലാം നമുക്ക് അസുഖം വന്നപ്പോൾ അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആയതുകൊണ്ട്, അദ്ദേഹം ഒരു ദൈവപുരുഷനായതുകൊണ്ട്, അദ്ദേഹം വലിയൊരു മനുഷ്യനായതുകൊണ്ടാണ് എനിക്ക് അനുകൂലമായിട്ടൊന്ന് സംസാരിച്ചത്, അല്ലേ? അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ നിരന്തരം അപമാനിച്ചപ്പോഴാണ് അദ്ദേഹമാണ് കേസ് കൊടുത്തതും കാര്യങ്ങളുമായിട്ടും. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര നിറസാന്നിധ്യമായിട്ടുള്ള ഒരു രേണുസുതി ഉണ്ട്. ഇപ്പം സാഹചര്യങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ കൊണ്ടിട്ട് ഇപ്പോ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യലൊക്കെ കുറവ് ആയി തുടങ്ങി. ആൽബംസ് ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കീമോ ചെയ്യുമ്പോൾ ഡോക്ടേഴ്സിന് അവർക്ക് എത്തിക്സ് ഇതുണ്ട്, പ്രോട്ടോകോൾ ഉണ്ട്. നമുക്കൊന്നും ചെയ്യാൻ ആൽബം പുറത്തു പോകാൻ പറ്റത്തില്ല, കീമോ വരെ. പക്ഷെ ആ ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്യുന്നില്ലേ ഒരുപാട് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ? അയ്യോ ഉണ്ടോന്നോ. പിന്നെ ആകെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടുകാരെ കണ്ടോണ്ട് വേറെ വെളിയിലൊന്നും പോകാൻ പറ്റത്തില്ല. എൻ്റെ ചേച്ചിയെ സമ്മതിക്കണം. എന്നെ കുളിപ്പിക്കുന്നവരെ ചേച്ചി, എനിക്ക് പറ്റത്തില്ല, കുളിക്കാൻ തന്നെ പറ്റത്തില്ല, ഇപ്പോഴും പറ്റത്തില്ല. ഈ കൈ ശ്രദ്ധിക്കണം നമ്മൾ. ഇതാണ് കള്ളാണെന്ന് പറഞ്ഞത് അല്ലേ? ഇതാണ് കള്ളാന്ന് പറഞ്ഞത്. അപ്പുറത്തെ കൈ കാണിച്ച ഇത് ഓൾറെഡി ഇട്ടതാണ്. ഇവിടെ പിക്ക് ലൈൻ ഇട്ടിട്ട് ഇത് ഇൻഫെക്ഷൻ ആയടാ. ഇൻഫെക്ഷൻ ഹാർട്ടിലോട്ട് കിടക്കുന്നതായിരുന്നു. അപ്പൊ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് റിമൂവ് ചെയ്തിട്ട് ഇപ്പുറത്തെ കൈയിലോട്ടിട്ട്. കാരണം ഇതിനി 3 കീമോ ഇതിനകത്തൂടെ പോകണം, ഇതിലൂടെ പോകും. നമ്മുടെ കൈ കുത്തി ഇതാക്കാതിരിക്കാനാണ് അവർ ഇതിട്ടേക്കുന്നത്. ഹാർട്ടിൽ കിടക്കുന്ന സാധനം, ഹാർട്ടിന്റെ മെയിൻ വെയിനിൽ കിടക്കുന്നതാണ്. നമ്മൾ എന്തിനാ അത് ഒട്ടിച്ചു വെക്കുന്നത്? കള്ളം പറയുന്നത്. ഇതിനും അവള് കൈ അനക്കുന്നു. ഒരു ക്യാൻസർ പേഷ്യന്റ് കഴിഞ്ഞ ദിവസം എങ്ങാണ്ട്, ക്യാൻസർ പേഷ്യന്റ് ആണെന്ന് പറഞ്ഞു, ഡോക്ടേഴ്സ് പറഞ്ഞത് ഇങ്ങനെ നമ്മൾ കൈയിട്ട് അനക്കണം, എന്നാൽ മാത്രമേ ഇത് ബ്ലോക്ക് ആകാതിരിക്കും. ഇത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഊരിയിട്ട് ഹാർട്ടിലിടും. ഈ സാധനം കീമോപോട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിനി ഹാർട്ടിലോട്ടിടും. അതുകൊണ്ടാണ് ഞാൻ ഈ കൈയെല്ലാം അനക്കിക്കൊണ്ട് എപ്പോഴും. പിന്നെ നമ്മുടെ മനസ്സ്, നമ്മൾ എങ്ങനെ ഓടി നടന്നാ ചിത്ര, ഞാൻ എങ്ങനെ ഓടി നടന്നാന്നറിയാം. പെട്ടെന്ന് ഒരു നിമിഷത്തിൽ ഓടി നടന്നാ ഞാൻ. പെട്ടെന്ന് ഒരു നിമിഷത്തിന് ഇങ്ങനെ ആകുമ്പോൾ അത് ആകുന്നവർക്കേ അറിയത്തില്ല. ആർക്കും വരുത്തല്ലെന്ന്, ഒരു ശത്രുവിന് പോലും ഈ ഒരു മാരക രോഗം വരുത്തല്ലേ ഭഗവാനെ എന്നുള്ളൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ. ഞാൻ ക്യാൻസർ തുടങ്ങിയപ്പോൾ എൻ്റെ 1-2 സുഹൃത്തുക്കളോട് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അവരന്ന് എന്നോട് പറഞ്ഞത്, ഈ ക്യാൻസർ ജേണിയിൽ ഞങ്ങളും ഉണ്ട് രേണു, ഞങ്ങളൊപ്പം ഉണ്ട്, കൂടെ പൊക്കോളാൻ പറഞ്ഞ ആരും ഒരു മെസ്സേജും ഇല്ല, അവരൊരു വിളിയില്ല. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല, എന്നെ വെച്ച് ബിസിനസ് ഉണ്ടാക്കിയവർ, എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കിയവർ, എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരും അല്ല, എന്നെ വെച്ച് ബിസിനസ് ഉണ്ടാക്കിയവർ, എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കിയവർ വരാം രേണു, ഞങ്ങൾ അടുത്ത ആഴ്ച ഉറപ്പായിട്ടും വരാം കേട്ടോ, ഞങ്ങൾ വന്നിരിക്കും. ആരും വന്നിട്ടില്ല. ഞാൻ പ്രതീക്ഷിക്കാത്ത ആളുകളാണ് എന്നെ കാണാൻ വന്നത്. സീമാജി നായരൊക്കെ എന്നെ കാണാൻ, സത്യമായിട്ട് ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി അവരൊക്കെ വന്നത്. സീമ ചേച്ചി വന്നിരുന്നു അല്ലേ? ഹോസ്പിറ്റലായിരുന്നു, എന്നെ കാണാൻ അധികം പറ്റിയില്ല. കാരണം ഐസിയുലായിരുന്നു, ഐസിയുൽ കയറ്റത്തില്ല, ഐസിയുലൊന്നും കയറാൻ പറ്റത്തില്ല. അതിനെന്ത് വിവാദം ഉണ്ടായി, ആ സ്ത്രീക്ക്, ആ ചേച്ചിക്ക് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായെന്നറിയോ ഐസിയു കയറി. അതൊരു AI ആയിരുന്നു ഫോട്ടോ. ഐസിയുൽ, മെഡിക്കൽ കോളേജിൻ്റെ ഐസിയുലൊന്നും ഒരു മനുഷ്യനെയും കയറ്റത്തില്ല. എൻ്റെ ചേച്ചി ആകെ വരുന്നത് എന്നെ കാണാനും, അല്ലാതെ എന്തെങ്കിലും ഫുഡ് തരാനും, ബാത്റൂമിൽ പിടിച്ചുകൊണ്ട് പോകാനും, വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് പോകാനുമാണ് വരുന്നത്. അവർ ആശുപത്രി വന്നെന്നുള്ള എന്നെ കണ്ടിട്ടില്ല, ICU വന്ന് കണ്ടിട്ടില്ല.
എന്നെ കാണാൻ പറ്റത്തില്ല. പക്ഷെ അവര് വന്നു, ചേച്ചി ഞാനൊരു എനിക്ക് കാര്യം വേണ്ട സഹായം ചെയ്തു. ഇപ്പം ചേച്ചി ആ ഒരു സമയത്ത് കിച്ചുവിനെ കാണാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നോ? സത്യം പറഞ്ഞാൽ ഞാൻ എന്തുമാത്രം സ്നേഹിച്ച കുട്ടിയായിരുന്നു അറിയോ. കാരണം നമുക്ക് ആദ്യമായിട്ട് നമ്മളെ അമ്മയെന്ന് വിളിച്ചൊരു കുട്ടിയായിരുന്നു അവൻ. അപ്പം ഞാൻ ഒരുപാട് ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു. 2016 ലാസ്റ്റാണ് സൂചേട്ടൻ എനിക്ക്, ഞാൻ അന്നൊക്കെ പാടുമായിരുന്നു. ഞാനൊരു പാട്ട് പാടിക്കോട്ടെ, എനിക്കിങ്ങനെ തോന്നുന്നു. അന്ന് കിച്ചുവിനെ പറ്റി ഞാൻ അന്ന് 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 പാടുന്ന പാട്ടായിരുന്നു. കിച്ചുവിനെ പറ്റി ഓർക്കുമ്പോൾ സത്യമായിട്ട് എനിക്ക് സ്നേഹമില്ലെന്ന് പറയുന്നവരോടാ പറയുന്നത്. അന്ന് ഞാൻ ഓർക്കുന്ന പാട്ടായിരുന്നു. സൗണ്ടൊന്നും ശരിയാകത്തില്ല, ഞാൻ പാടാം. കാർത്തിക രാത്രിയിലെൻ കൈക്കുമ്പിളിൽ വീണമുത്തേ, കൈ വളർന്നും മെയ് വളർന്നും കൺമണിയാ തീർന്നതല്ലേ നിൻ ചിരിയും നിൻമൊഴിയും പുലരി നിലാവായി പൂർത്തതല്ലേ. അങ്ങനെ ഞാൻ നോക്കിയാണ് ആ കൊച്ചിനെ. ആ കൊച്ചാണിപ്പം വലുതായി കഴിഞ്ഞപ്പം, ക്യാൻസർ ആയി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, എന്നെ ഒന്ന് വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അമ്മേ, അല്ലെങ്കിൽ സ്നേഹത്തോടെ അവനൊന്ന് വന്ന് കണ്ടിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ഇത് പറയത്തില്ലായിരുന്നു. ഞാൻ ഒത്തിരി അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അവനെ പറ്റി. ഞാനല്ലേ പറയത്തില്ലായിരുന്നു, ഒന്നും പറയത്തില്ലായിരുന്നു. ഞാൻ എല്ലാം മനസ്സിലൊതുക്കി. ഇപ്പോൾ ചിത്ര പറഞ്ഞു എന്നെപ്പറ്റി എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ എല്ലാം ക്ഷമിച്ചും സഹിച്ചും ഞാൻ ജീവിച്ചിരുന്നു. പക്ഷെ മാക്സിമം നമ്മൾ മനുഷ്യരാണ്, നെല്ലിപ്പലക കണ്ടെന്ന് പറയത്തില്ല, മാക്സിമം ഞാൻ അത്രയും സ്നേഹിച്ചൊരു എൻ്റെ ഋതപ്പനെ പോലും ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടില്ല. അത് സുധിച്ചേട്ടനറിയാം, എപ്പോഴും പറയാനും സൂചിച്ചേട്ടൻ. അതിന് ഉദാഹരണം ആരും പറയണ്ട. സ്റ്റാർ മാജിക്കിൽ ആദ്യമായിട്ട് ഫാമിലിയെ കാണിച്ചു, ഞങ്ങളെ കാണിച്ചു. ഇദ്ദേഹം എന്താ പറഞ്ഞെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. രണ്ടാനമ്മയെന്ന് പറയുന്നത് ഇവൾക്ക് ഇഷ്ടമല്ല, അവളുടെ സ്വന്തം മോനെ. അങ്ങനെ ആയിരുന്നു. ഇദ്ദേഹം പറഞ്ഞ വാക്കാണ്, ആരും വെച്ച് പറഞ്ഞൊന്നുമല്ല, ഇദ്ദേഹം പറഞ്ഞ വാക്കാണ്. അങ്ങനെയാണ് ഞാൻ കൊണ്ടു നടന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അത് അവനും അറിയായിരുന്നു. എന്നിട്ടാണ് അവനിപ്പോൾ എല്ലാവരുമായിട്ട് ചേർന്ന് പൈസ അയക്കോ എന്തോ ആകട്ടെ, എന്തിനുമാണെന്നറിയത്തില്ല, എല്ലാവരും അമ്മേനെ നെഗറ്റീവ് പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന, റീച്ച് ഉണ്ടാക്കുന്ന, എന്നാൽ നമുക്കൊന്നും ചെയ്യാം എന്നായിരിക്കും ഓർത്തത്. ചിലപ്പോൾ ബിഗ് ബോസിൽ കയറാനായിട്ടുള്ള ഒരു പടിയായിട്ടായിരിക്കും. കേറട്ടെ, സന്തോഷം, കേറട്ടെ, കയറി വിന്നാകട്ടെ, സന്തോഷം. നമ്മളെന്തായാലും അതിനകത്തൊന്നും കാണാനും പോകുന്നില്ല. കാരണം എനിക്കിവിടെ വയ്യാതെ കിടക്കും, TV ഓണാക്കുന്നില്ല, നമ്മളവിടെ കിടപ്പായിരിക്കും. സന്തോഷമേ ഉള്ളൂ. പക്ഷെ മനസ്സുകൊണ്ട് എന്നും പ്രാർത്ഥന ഉണ്ടായിരിക്കും. കിച്ചു ഇത് കേൾക്കുന്നുണ്ടെങ്കിലോ, കിച്ചു ഇപ്പം ഇത് കാണുന്നുണ്ടെങ്കിൽ കാണട്ടെ. ഞാൻ അതുപോലെ സ്നേഹിച്ച, അത് അവനറിയാം എങ്ങനെയാണ് ഞാൻ അവനെ കണ്ടെന്ന്. അത് എനിക്കും അവനും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കിച്ചുവിന്റെ യഥാർത്ഥ പ്രശ്നം സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലോ? ഒരിക്കലുമല്ല. കാരണം കിച്ചു തന്നെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് തുടങ്ങിയാലും ഞാൻ അവനെ അറിയിക്കാതെ ചെയ്തിട്ടില്ല. സുധിച്ചേട്ടൻ്റെ മരണശേഷമാണ് ഞാൻ പറയുന്നത്. എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായാലും ഒരു വിഷമം വന്നാലും, ഒരു നെഗറ്റീവ് ആരെങ്കിലും മെസ്സേജ് അയച്ചാലും, സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് കിച്ചുദേ ഇത് കണ്ടു, അവനാണത് അവനാണ് അതിന് തിരിച്ചു പറയുന്നത്, എൻ്റെ അമ്മേനെ ഇനി വിളിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ഞാൻ അവനോട് പറയായിരുന്നു, പങ്കുവെക്കുമായിരുന്നു ഞങ്ങൾ. അതിനുശേഷം സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്ന് പറഞ്ഞ അന്ന് തന്നെ ഞാൻ കിച്ചുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, മെസ്സേജ് അയച്ചു, വിളിച്ചിട്ട് കിട്ടത്തില്ല, ചില സമയം അവനെ എടുക്കത്തില്ല. ഞാൻ മെസ്സേജ് അയച്ചു, അതിൻ്റെ തെളിവ് ഞാൻ കാണിച്ചായിരുന്നല്ലോ. മെസ്സേജ് അയച്ചു, കിച്ചു ഞാൻ ഗുഡ്, അല്ലെങ്കിൽ അവൻ അന്ന് അമ്മേ വേണ്ട, ഞാൻ ചെയ്യത്തില്ലായിരുന്നു. കിച്ചൂർ അമ്മ ഇത് വേണ്ട, ശരിയാ. ഇതെല്ലാം കഴിഞ്ഞ് പൈസയും മേടിച്ചു കഴിഞ്ഞ് ഈ പൈസ ഫസ്റ്റ് അയച്ചു കൊടുത്തപ്പോ, ഇപ്പൊ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടിയ ആ ഫസ്റ്റ് എമൗണ്ട് അയച്ചു കൊടുത്തപ്പോ എങ്ങനെയല്ല മോനെ അയച്ചു കൊടുക്കുന്നത്? അവൻ ചോദിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഓരോന്ന് എന്റെ അക്കൗണ്ടിൽ വരുന്ന കാശ് അനുസരിച്ച് ഞാൻ അയച്ചു കൊടുക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിനകത്ത് നിന്ന് കിട്ടിയ ഒരു എമൗണ്ട് ആണെന്ന് ബോധം ഉണ്ടാവുമല്ലോ കുട്ടിക്ക്. പിന്നെ ഉണ്ട്. അപ്പൊ പിന്നെ അന്നേരം എന്താ ഇത് വേണ്ടമ്മ, ഇത് ഇതിനകത്ത് കൂടി കിട്ടിയതല്ലേ എന്ന് പറയാത്തത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അമ്മേനെ എന്താണ് കാണാൻ വരാത്തെന്ന് ജനങ്ങൾ ചോദിക്കുമ്പോ ഒരു ന്യായം പറയാൻ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് എനിക്ക് അയച്ചു, അമ്മയെ ഋതപ്പം കാണുന്നതല്ലേ. അപ്പൊ ഞാൻ ഇത്രയും ആ മെസ്സേജ് അവൻ കാണിച്ചായിരുന്നല്ലോ, സ്ക്രീൻഷോട്ട്. ഞാനിപ്പോ തിരിച്ചയച്ചു, എടാ അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്നില്ലല്ലോ. എത്രയോ പേര് കുടുംബത്തിൽ ഓരോ ഇപ്പം ബിക്കിനി ഇട്ട് അഭിനയിക്കുന്ന സ്ത്രീകൾ, ഞാൻ അവരെ കുറ്റപ്പെടുത്തത്തില്ല. പണ്ടേ ഞാൻ പറഞ്ഞില്ല, അത് അവരുടെ ഇഷ്ടമാണ്. അമ്മ അങ്ങനൊന്നും കാണിക്കുന്നില്ലല്ലോ, ഞാൻ അതൊന്നും ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്താണ് നിന്റെ പ്രശ്നം?
എനിക്ക് ഈ മാസം ഈ പൈസ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ ഇത്രയും തെറിയിട്ട് കിട്ടുകൊണ്ട് എനിക്ക് ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ ആയില്ലേ, പൈസ ആയില്ലേ എനിക്ക്. എത്രയോ പേര് ഞാനുമായിട്ട് ബന്ധപ്പെട്ട സംഘടന വരെ എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ആരും പിന്നെ എനിക്ക് പിന്നെ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞതാണ് എന്താണ് കാര്യങ്ങൾ ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ വിളിച്ച് തിരക്കിയിട്ടില്ല. ഇപ്പൊ ഒരു അമ്മയുടെ സ്നേഹം ഇല്ലാണ്ട് ഒരു കുട്ടി വളരുമ്പോ ഒരു ആൺകുട്ടി വളരുമ്പോ അവര് വഴിതെറ്റി പോവാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അപ്പോഴും ഞാനൊരു കാര്യം പറയട്ടെ, കഴിഞ്ഞ ദിവസവും കൂടെ ഒരു വീഡിയോ വന്നല്ലോ, സുധിച്ചേട്ടൻ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയായിട്ട് ഇരുന്നിട്ട്, ഞാനല്ലേ മോനെ കുഞ്ഞിനെ തൊട്ടേ നോക്കിയത്, അമ്മ അല്ലെങ്കിൽ അച്ചമ്മ നോക്കി കുട്ടിയല്ലേ അത്. അല്ലേ, എനിക്ക് 11 വയസ്സ് തൊട്ടല്ലേ കിട്ടിയത്. ഞാൻ നന്നായിട്ട് നോക്കിയില്ലേ, 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ആരുമില്ലായിരുന്നല്ലോ. അപ്പൊ അവര് പറഞ്ഞത് കുഞ്ഞിനെ വിട്ട് അവരല്ലേ വളർത്തിയത്, എന്തുകൊണ്ടപ്പം എന്നെ വഴിതെറ്റിപ്പോയി ചോദ്യമാണ്. ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് വഴിതെറ്റിപ്പോയി? എൻ്റെ അച്ഛമ്മ വളർത്തിയതാ. ആ മോനെ ആരാ വളർത്തിയത്? ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. അച്ഛമ്മ വളർത്തിയ കുട്ടി എങ്ങനെ അമ്മയെക്കാളും വളരെ ഇതോടെ വളർത്തുന്നതാണ് അച്ഛമ്മ. അവർക്ക് ഒരുപാട് അറിവുള്ളതാണ്. വളർത്തിയ കുട്ടിയല്ലേ, വല്യച്ഛനും വല്യമ്മയും വളർത്തിയ കുട്ടിയല്ലേ, എന്താണ് വഴിതെറ്റിപ്പോയത്? 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് എന്തായാലും കിച്ചുമായിട്ട് രാഹുൽ ദാസുമായിട്ട് കുറച്ച് ഏജിന് ഡിഫറൻറ്റേ ഉള്ളൂ. ഞങ്ങൾ ഒരു അമ്മ മകരെന്നുള്ള രീതിയിലാണെങ്കിൽ പോലും ഞാൻ അമ്മയെ എന്താ പറയുക, അത്രയും ഒരു ഏജുള്ള കുട്ടിയെ ഞാൻ സ്വന്തം മോനായിട്ട് സ്വീകരിക്കണമെങ്കിൽ എൻ്റെ മനസ്സാലോചിക്കും. എനിക്കെന്ത് കുട്ടികളൊന്നും ഇല്ല. പിന്നെയാണ് കിച്ചു. പിന്നെ ഋതുൽ ഇന്ന് ഇവിടെ ജനിച്ചതെങ്കിൽ അത് കിച്ചുവിൻ്റെ ആവശ്യപ്രകാരമായിരുന്നു. ഞാൻ അങ്ങനെ പറയുന്നതുകൊണ്ടൊന്നും ആർക്കും ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. സുധിച്ചേട്ടൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞാൽ നമുക്ക് കിച്ചു മാത്രം മതി, ഞാൻ സമ്മതിച്ചാണ്, വേറെ ആരും വേണ്ട. കാരണം കുഞ്ഞിന് വിഷമം. ആ സമയത്ത് എൻ്റെ വീട് അപ്പുവിൻ്റെ സിനിമയൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. അപ്പം ഞങ്ങൾക്ക് വിഷമം, ഇവന് വേറെ വിഷമിപ്പിക്കരുതെന്ന് ഓർത്ത്. പക്ഷെ കിച്ചു ഇങ്ങോട്ട് പറഞ്ഞു എനിക്കൊരു അനിയനെ വേണം, അതുകൊണ്ട് മാത്രമാണ് ഋതുൽ ഇന്ന് ഇവിടെ ജനിച്ചേക്കുന്നത്. അപ്പം അവന് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഒഴിഞ്ഞു വെച്ചതാണ് അമ്മ എന്ന നിലയിൽ. ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല അവനെ. എത്രയോ പേര് സ്വന്തം മക്കളെ കൊന്നു കുഴിച്ചു മൂടുന്നില്ലേ, ഇല്ലേ, കടലിലെറിഞ്ഞ് കൊല്ലുന്നില്ലേ സ്വന്തം മക്കളെ. ഞാനൊരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല. അങ്ങനെ വേദനിപ്പിച്ചെങ്കിൽ ആ കുട്ടി അന്നേ പോകത്തില്ലേ, ഈ വളർത്തിയോരുടെ അടുത്ത് പോകത്തില്ലേ. പിന്നെ എന്തിനാണ് സുധിച്ചേട്ടൻ ഈ എൻ്റെ ഭർത്താവ് തൊട്ടിയിട്ട് സ്റ്റേജിൻ്റെ പുറകിൽ ഒക്കെ ഈ കുഞ്ഞിനെ വളർത്തിയത്, നോക്കിയത്? പല ആർട്ടിസ്റ്റുകളും കുഞ്ഞിനെ നോക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അന്നൊന്നും എനിക്കറിയത്തില്ല ഇവരെ. വളർത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? സുധിച്ചേട്ടൻ ഈ വിഷമിച്ച് ഈ മനുഷ്യൻ ഈ പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേന് സ്റ്റേജിൻ്റെ പുറകിൽ എന്തുകൊണ്ട് കിടത്തി ചോദിക്കുന്നു ഞാൻ. അവർക്ക് വളർത്താൻ മേലായിരുന്നോ പൊന്നുപോലെ വളർത്തിയിരുന്നെങ്കിൽ? അപ്പൊ ഇപ്പോഴാണ് ഇതെല്ലാം ആയത്. ഇതൊക്കെ എന്റെ ന്യായങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ചേച്ചിക്ക് ഇപ്പൊ കിട്ടുന്ന ഒരു സോഷ്യൽ മീഡിയ അറ്റൻഷൻ കാരണമാണോ ഇവര് ഇങ്ങനെ ചെയ്യുന്നത്? എനിക്ക് അറിയില്ല, എനിക്ക് മനസ്സിലായി. ഞാൻ പറയട്ടെ, ഇനിയിപ്പോ ഈ ഒരു ഇന്റർവ്യൂ ഇറങ്ങിയ ചിത്രകേരളം വൻ വിവാദമായിരിക്കും. അവൾ ആ കൊച്ചിനെ ഇട്ട് കൊടുത്തു അല്ല. എനിക്ക് ഒരു മനസ്സുണ്ട്, എനിക്കൊരു വ്യക്തിയുണ്ട്, ഞാനൊരു വ്യക്തിയാണ്, എനിക്കൊരു വാക്കുണ്ട്, എനിക്ക് സംസാരിക്കാനുള്ളൊരു ഞാനൊരു വ്യക്തിത്വമാണ്. എനിക്ക് സംസാരിക്കണമെന്നേ. എന്തിനാണ് ഞാൻ മനസ്സിൽ ഇതെല്ലാം മൂടി വെച്ചേക്കുന്നത്? എന്തായാലും എനിക്ക് ക്യാൻസർ വന്നു, എനിക്കിനി ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, എനിക്ക് സംസാരിക്കണം. ഇതിൻ്റെ ഇടയിൽ ഇനിയും കമൻസ് കാണണം, അതാണ് കാണേണ്ടത്. അവൾ ആ കൊച്ചിനെ ഇട്ട് കൊടുത്ത് അവർക്ക് മാത്രം എല്ലാം പറയാം. എൻ്റെ വീട്ടുകാരെ ഇട്ട് കൊടുത്തില്ലേ, എന്നെ ഇട്ട് തന്നില്ലേ വെറുതെ സോഷ്യൽ മീഡിയയിൽ? അപ്പൊ എനിക്കെന്താ സംസാരിക്കാൻ പാടില്ല എന്നുണ്ടോ? ചേച്ചിയോടുള്ള ആ ഒരു ദേഷ്യം ഋതപ്പനോട് കാണിക്കുന്നുണ്ടോ? അവരെ കോണ്ടാക്ട് ഉണ്ടോ? എനിക്കറിയില്ല, ഇല്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. ഫോൺ ഇവിടെ എല്ലാവർക്കും പപ്പായിക്കൊണ്ട് ഫോൺ, ഇന്ന് ഈ നിമിഷം വരെ വിളിച്ചിട്ടില്ലല്ലോ. ഈ കൊച്ചിനെ വിളിക്കത്തില്ല. ആ കൊച്ചിന് സങ്കടം ഉണ്ടോ എനിക്കറിയില്ല. ചോദിക്കാറുണ്ടോ ചേട്ടനെ പറ്റി? ഒന്നും എന്നെ വിഷമിപ്പിക്കുന്ന എനിക്കറിയില്ല. അവനൊന്നും എന്നോട് സംസാരിക്കാറില്ല. അവന് ചേച്ചിയുടെ മക്കളുമായിട്ടാണ് ഇപ്പം വളരുന്നത്. അവൻ സന്തോഷമായിട്ട് ഇവിടെ വളരുന്നു. അവന് ഒരു കുറവില്ലാതെ വളർത്തണമെന്നാണ്. അപ്പോൾ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചപ്പോഴാണ് ക്യാൻസർ വന്നതും ഞാൻ കിടപ്പായതും. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇത്രയും നാൾ ഓടി നടന്നിട്ട് ഇനി ഒരു ഒറ്റ ലക്ഷ്യമുള്ളൂ. ഞാൻ തന്നെ മനസ്സിൽ ഇനി കുറച്ച് കീമോ കഴിയണം, സർജറി ചെയ്യണം, എനിക്ക് എഴുന്നേറ്റ് നടക്കണം, എനിക്ക് പഴയ പോലെ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കരീഷ്മ എഴുന്നേറ്റ് നടക്കണം, മുന്നോട്ട് പോകണം. മോന് ചേച്ചിക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ കാണുമ്പോൾ, കുഞ്ഞുമോനാണ്, തിരിച്ചറിയാറായിട്ടില്ല, പക്ഷെ പെട്ടെന്ന് മുടിയൊക്കെ അങ്ങ് പോകുമ്പോൾ അവന് വിഷമമാണ്, ഭയങ്കര വിഷമമാണ്. അതിനാണ് ഞാൻ വിഗ് മേടിച്ചത് തന്നെ. ആൾക്ക് ഭയങ്കര വിഷമം. എനിക്കൊരു വിഗ് തന്നതാണ്, കോട്ടയത്തുള്ളൊരു ഹെഡ്സ് എന്ന് പറയുന്നവർ തന്നതാണിത്. കാരണം കുഞ്ഞിൻ്റെ ആ വിഷമം കണ്ടിട്ട് അവരെനിക്ക് വെച്ച് തന്നതാണ്.
എന്നോട് എപ്പോഴും പറയാം അമ്മ മുടി വരുമോ, മുടി വരും. അമ്മയുടെ ക്യാൻസർ എപ്പോഴാണ് അമ്മ മാറുന്നത്? അതൊക്കെ ആൾക്കാർ പറഞ്ഞറിയാം. പിന്നെ അമ്മയുടെ ക്യാൻസർ ഇനി എന്നാ മാറുന്ന അമ്മ? ഞാൻ പറഞ്ഞു മോനെ മാറും, സർജറി ഉണ്ട്. അപ്പം എന്നും വന്ന് പ്രാർത്ഥിക്കും വന്നു അമ്മയുടെ സർജറി മാറി, സർജറി ചെയ്തിട്ട് അമ്മ പഴയത് ആകണേ, പഴയ അമ്മ ആവണേ, പ്രാർത്ഥിക്കുമെന്ന്. ഞാൻ ഇത്രയും പറഞ്ഞത് അത്രയും സ്നേഹിച്ചൊരു മനസ്സ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇന്ന് പറയേണ്ടി വന്നത്. ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു ഇൻ്റർവ്യൂവിലും എൻ്റെ ഒരു ചാനലും പറയാത്ത കാര്യങ്ങളാണ് ഞാൻ ഇത്രയും മനസ്സിൽ കൊണ്ട് പറഞ്ഞത്. ഈ ട്രീറ്റ്മെന്റിനും കാര്യങ്ങൾക്കും ഒരുപാട് പൈസ ചെലവാകും. ഒരുപാടുണ്ട്. കാരണം ഇതിനകത്ത് വന്നു ഞങ്ങൾക്കൊക്കെ ക്യാൻസർ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ ഒരു ക്യാൻസർ പേഷ്യൻറ്റും പറയത്തില്ല. പല വ്ളോഗിലും വന്ന വോയിസ് ആണ്, ഞങ്ങൾക്കൊന്നും ഇത്രയും പൈസ അല്ല. എനിക്ക് HER2 പോസിറ്റീവാണ്, അതായത് പെട്ടെന്ന് വ്യാപിക്കുന്ന ക്യാൻസറാണ്. അതിന് ഈ 2.5 ലക്ഷം രൂപയുടെ മരുന്ന് ഈ കീമോ മരുന്നിൻ്റെ കൂടെ കുത്തി വെച്ചില്ലെങ്കിൽ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് തിരിച്ചു വരണം എന്നുള്ളത് കൊണ്ടാണ് ഈ 2 ലക്ഷം രൂപയുടെ മരുന്ന് ഇതിലേക്കൂടെ കയറുന്നത്. ഈ തുടയിൽ കയറ്റിയിട്ട്, തുടയിലാണ് കുത്തുന്നത് ആൻറ്റിബോഡി. 2.5 ലക്ഷം രൂപയുടെ എല്ലാ കീമോയ്ക്കും ഈ 2.5 ലക്ഷം രൂപയുടെ മരുന്ന് ഇവിടെ കുത്തി വെക്കും. ആ കുത്തി വെക്കുമ്പം ഡോക്ടേഴ്സാണ് കൂടെ നിൽക്കുന്നത്. വളരെ സൂക്ഷ്മതയോടെ ഇത്ര മിനിറ്റ് സെക്കൻഡിനകമാണ് ഇത് പതുക്കെ കയറത്തുള്ളൂ. കാരണം അത് കയറിക്കഴിഞ്ഞാൽ അത് കയറുമ്പോൾ നമുക്ക് ഹാർട്ടിനും ഇതിനുമൊക്കെ പ്രോബ്ലം വന്നേക്കാം. അതുകൊണ്ട് അത്ര ഞാൻ മരണത്തിനും ഈ സംസാരിക്കുന്ന ഈ രേണുസുതി ട്രീറ്റ്മെന്റ് സമയത്ത് മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് നൂൽപാലത്തിൽ കൂടെ തന്നെയാണ് ഞാൻ വരുന്നത്. അപ്പൊ ആളുകൾ അവിടെ നിന്ന് കുറ്റം പറയും. ഇത്ര ധൈര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ വരുന്നത് തിരിച്ച്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട്. എനിക്ക് ഏറ്റവും സങ്കടം വന്നതെന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ച ആരും എന്നെ ഒരു നോക്ക് കാണാൻ വന്നില്ല. ഞാൻ പ്രതീക്ഷിക്കാത്തവരാണ് എന്നെ കാണാൻ വന്നത്. അനുമോള് വന്ന്, ആദില നൂറ. എനിക്ക് സങ്കടമുണ്ട് വരാത്തതിൽ ആൾക്കാർ. എനിക്കൊന്നും തരണ്ട. എനിക്ക് ബിന്നി വന്നത് ഭയങ്കര സന്തോഷമായി. എനിക്ക് എല്ലാവരും വന്ന സന്തോഷം. പക്ഷെ എടുത്ത് പറയാൻ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഡോക്ടർ ബിന്നി വരുമെന്നൊന്നും. ആളും ആളുടെ ഹസ്ബൻഡും വന്നു. നമുക്ക് തരുന്നതിൻ്റെയോ അല്ലെ തരാത്തതിൻ്റെയോ അല്ല ഞാൻ പറയുന്നത്. ഒരു വന്ന് കണ്ട് രേണു ഞങ്ങളുണ്ട് കേട്ടോ ചേച്ചി ഞങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു ധൈര്യമില്ലേ, ആ ഒരു മനക്കരുത്തില്ല, അത് മരുന്നിനേക്കാളും ഫലപ്രദമാണ്. ഇവിടെ വരുന്ന ആൾക്കാർക്കും കേൾക്കേണ്ട വന്നിട്ടുണ്ട്. അതായത് ഇപ്പോ ലക്ഷ്മി നക്ഷത്രയായിരുന്നു നേരത്തെ, ഇപ്പൊ അവര് വിളിക്കാറുണ്ടോ, കാണാറുണ്ടോ? ലക്ഷ്മി നക്ഷത്രയെ സംബന്ധിച്ച് ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ പണ്ട് പറയായിരുന്നു. ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടേ ഉള്ളൂ ലക്ഷ്മി നക്ഷത്രം എനിക്ക് എല്ലാ മാസത്തിലും ലക്ഷ്മി നക്ഷത്രം എന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനും പറഞ്ഞു 1 വർഷത്തോളം എന്നെ എൻ്റെ ഫാമിലിയെ മുടക്കാതെ എൻ്റെ ഒരു അക്കൗണ്ടിലോട്ട് ഒരു തുക എനിക്ക് തന്നിട്ടുള്ളതാണ് ലക്ഷ്മി നക്ഷത്രം. അന്ന് അസുഖമില്ല എനിക്ക്. സുധിച്ചേട്ടൻ്റെ മരണശേഷം 1 വർഷത്തോളം ലക്ഷ്മി നക്ഷത്രം തന്നിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് ഒറ്റ തവണ എന്നെ വിളിച്ചായിരുന്നു. ഒരു തവണ വിളിച്ച് ഞാനന്ന് ഹോസ്പിറ്റലായിരുന്നു. അല്ലാതെ പിന്നെ ആരും വിളിക്കാറില്ല. ഞാൻ ഇപ്പോഴും പറയാം, പല സംഘടനകളും ഒക്കെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട പല ആളുകളും അയ്യോ ആ സമയത്ത് സഹായം ചെയ്യാന്നൊക്കെ പറഞ്ഞവര് പോലും പിന്നെ എന്താന്ന് പോലും തിരക്കുന്നത്. ആരെയും കുറ്റപ്പെടുത്തതല്ല. എൻ്റെ ആ അവസ്ഥ, ഓരോ മനുഷ്യരുടെ ഓരോ അവസ്ഥ. ഞാൻ പച്ചയ്ക്ക് പറഞ്ഞാൽ എൻ്റെ രക്തവും മാംസവും ഉണ്ടായിരുന്ന സമയത്ത് ഊറ്റിക്കുടിച്ചവർ പോലും എന്നെ വിളിച്ചോ എന്നെ നോക്ക് കാണാനോ, പച്ചയ്ക്ക് പറയാം, ഞാൻ രക്തവും മാംസവും ഊറ്റിക്കുടിച്ച ഒരു മനുഷ്യൻ പോലും എല്ലാവരെയും ഇല്ല എന്നെ ഒന്നും വിളിച്ച് തിരക്കാത്താണ് ക്യാൻസർ. അതാണ് ആ ക്യാൻസർ. ഞാനിപ്പോൾ ആലോചിക്കും, ഇതാണ് ക്യാൻസറിൻ്റെ ചുരുക്കം. ക്യാൻസർ എന്ന രോഗം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ആയ കാലത്ത് എൻ്റെ രക്തവും മാംസവും ഊറ്റിക്കുടിച്ചവർ പോലും വന്നിട്ടില്ല. പക്ഷെ പ്രതീക്ഷിക്കാത്തവർ വന്നു. ഞാൻ സ്നേഹിച്ചവരാരും എന്നെ കാണാൻ വന്നില്ല, എന്നെ സ്നേഹിച്ചവർ വന്നു. അതാണ് ക്യാൻസർ. ഇത്ര ഭീകരതയാണ് ക്യാൻസർ. ഇതുപോലെ തന്നെ വളരെ ഫേമസ്, കേരളത്തെ കിടുകിട വിറപ്പിച്ചെന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഞാൻ ആരാന്നും പറയത്തില്ല, സെലിബ്രിറ്റി. ഒരു കേരളത്തെ പിടിച്ച് കുലിക്കുകയായിരുന്നു ഒരു കാലത്ത്. അവരെന്നെ വിളിച്ച്, ഞാൻ സംസാരിച്ചു. അവർക്കും ഇങ്ങനൊരു അവസ്ഥയിലൂടെ അവർ കടന്നു പോകുമെന്തോ. അവരെന്നോട് പറഞ്ഞ് നമ്മളുള്ള സമയത്ത് നമുക്ക് സൗന്ദര്യവും നമുക്ക് എല്ലാം ഉള്ള സമയത്ത് എല്ലാവരും കൊണ്ടുവരികയാണ്. ഞാൻ പറഞ്ഞു സത്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആരൊക്കെ ഉണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ട്? അന്ന് നമ്മളെ ഞാനിപ്പം പറഞ്ഞ ആ വാക്ക്, ഇതിന് പകരം ഒരു വാക്കില്ല. എന്ത് വേണം നിങ്ങൾ പൂരിപ്പിച്ചോ? രക്തവും മാംസവും ഉള്ള ഊറ്റിക്കുടിച്ചവരില്ലെന്ന് പറഞ്ഞാൽ ഇല്ല, അവരാരും ഇല്ല. എനിക്ക് അല്ലാത്തവരാണ് എന്നെ കാണാൻ വന്നത്, അല്ലാത്തവരാണ് എന്നെ സഹായിച്ചത്. എനിക്ക് തോന്നുന്നു ഈ ട്രീറ്റ്മെന്റിന്റെ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് എന്തായാലും ആകും. ആ എമൗണ്ടിന്റെ സോഴ്സ് വരെ അന്വേഷിക്കാനായിട്ട് ആൾക്കാരുണ്ട്.
ഹോസ്പിറ്റലിൽ വരെ പോയി. ഞാൻ ഈ ആൻറ്റിബോഡി മേടിക്കുന്ന മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചു. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച്. അത് എങ്ങനെയും ആ ക്യാൻസർ വന്ന ആ കൊച്ച് ആരോട് തെണ്ടുന്നില്ല. അതെങ്ങനെയും പിന്നെ ചികിത്സിക്കുവോ മരിക്കുവോ ജീവിക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. ഇവനോട് ചെന്ന് തെണ്ടുന്നുണ്ടോ? ഇവനോടൊക്കെ ബ്ലോഗർമാരോട്. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരോട് ഞാൻ ചോദിച്ചോ? എൻ്റെ വളർത്തുമകനോട് ഞാൻ ചോദിച്ചോ? ഈ വ്ളോഗർമാർ എന്നെ വിറ്റ് കാശുണ്ടാക്കിയവരുണ്ടല്ലോ, അവരോട് ഞാൻ ചോദിച്ചോ? ഒരു നേരത്തെ തെണ്ടി ഞാൻ ചോദിച്ചോ? ചോദിച്ചോ? ഇന്നും ഈ 3-4-5 മാസമായി ക്യാൻസറായിട്ട് കിടക്കുന്നു. എൻ്റെ വീട് എങ്ങനെ കഴിയുന്നത്? ഇവർ ഈ എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കിയവരും എന്നെ വെച്ച് ബിസിനസ് ചെയ്യുന്നവരും അന്വേഷിച്ചോ? ആരും അന്വേഷിക്കുന്നില്ലല്ലോ. അതെല്ലാം ഞാൻ തന്നെയല്ലേ ചെയ്യേണ്ടത്. ആരോടും തെണ്ടാനും പോകുന്നില്ല. പിന്നെ എന്താണ് ഇവരുടെയൊക്കെ പ്രശ്നം? ആ മെഡിക്കൽ കോളേജ് എന്നെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിൽ വരെ കംപ്ലൈൻറ്റ് പോയേക്കുന്നു. ഞാൻ റീല് ചെയ്യുന്നത്. മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം എന്തായിരുന്നു? അവിടെ തന്നെയാണ്. ഒന്ന് സാമ്പത്തികം, 2 വളരെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സും. എൻ്റെ വിശ്വാസം ഞാൻ അവരെ ദൈവ തുല്യമായിട്ടാണ് കാണുന്നത്. എന്നെ ചികിത്സിച്ച ഡോക്ടേഴ്സിന്റെ പേര് പറയുന്നില്ല. അവരാണ് എൻ്റെ ഗോഡ്. ഇന്നും എന്നും അവരെ ഞാൻ ദൈവമായിട്ട് കാണുന്നു. അവരെ എന്ത് തന്നാലും ഞാനത് സ്വീകരിക്കുന്ന ട്രീറ്റ്മെന്റ്. അവരെ ഞാൻ ദൈവമായിട്ട് കാണുന്നു. പിന്നെ സാമ്പത്തികം എന്ന് പറഞ്ഞാലും മെഡിക്കൽ സാമ്പത്തിക തുകയുണ്ട്. തുക വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് ചൂസ് ചെയ്താൽ പോരെ? പ്രൈവറ്റ് നമ്മുടെ കയ്യിൽ പിടിച്ചാൽ കിട്ടത്തില്ല. ഇതെന്ന് വെച്ചാൽ കുറച്ചെങ്കിലും പിടിച്ചാൽ നമുക്ക് കിട്ടും. പ്രൈവറ്റ് പറ്റൂല. അതിനുള്ളതൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെയാണോ ഞാൻ ചുമ്മാ സ്ക്രോൾ ചെയ്തപ്പോൾ ഒരു സംഭവം, രേണുസുതി ഇത്ര കോടി ഉണ്ടാക്കി, അത് തങ്കച്ചനും രേണുവും കൂടെ തിന്നു തീർത്ത്. എനിക്കറിയില്ല എത്ര. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ആ തെറി കേട്ടിട്ടാണ് സബ്സ്ക്രിപ്ഷൻ കിട്ടിയ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. സത്യം പറയാം, അത് വെച്ചിട്ടാണ് ഞാൻ മരുന്ന് മേടിക്കുന്നത്. ഏകദേശം തീരാറായി. സേവിങ്സ് ഉണ്ടായിരുന്നോ നേരത്തെ? അധികം ഒന്നുമില്ല. ഞാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോഴാണ് വന്ന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. സേവിങ്സ് ഒന്നും ആയിട്ടില്ലായിരുന്നു. ആദ്യമേ ചേച്ചി ഈ ആൽബം സോങ്സിലും അല്ലാണ്ടും ഒക്കെ അഭിനയിക്കാനായിട്ട് അല്ല, ചേച്ചി ആദ്യമേ ഇത് മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അന്ന് പോലും ചേച്ചി വെളിപ്പെടുത്തിയിട്ടില്ല, ഒരു കാര്യമോ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. അപ്പോഴും അതായത് ഇത്ര ആൾക്കാർ കുറ്റപ്പെടുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയാണെന്ന് പറയാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വേണ്ടെന്ന് വെച്ചു, പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചു. അതാണ്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ഇത് ഇവിടെ ഇരിക്കത്തില്ല. അന്നേ ഇങ്ങനെയൊക്കെ അറിയുമായിരുന്നു. അന്നേ ആളുകൾ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആൾക്കാർക്ക് ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കമന്റ്സ് ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഫേസ്ബുക്കും തുടങ്ങാൻ പറ്റത്തില്ല. പക്ഷെ ചേച്ചി ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാ. അപ്പോൾ ഈ ക്യാൻസറിന്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ചേച്ചി ഇട്ട സമയത്ത് അതിനകത്ത് ഭയങ്കര പോസിറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് പോസിറ്റീവ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ സൈഡിൽ കൂടി അപ്പോഴീ നെഗറ്റീവ് ഇടുന്നവരും ചിലപ്പോൾ പോസിറ്റീവ് ആണോ? തീർന്നു, ഇവള് കിടക്കുമല്ലോ ഇനി കുറച്ച് നാളത്തേക്ക് സോഷ്യൽ മീഡിയ. അപ്പോഴാണ് വരുന്നത് കീമോ വെച്ചിട്ട് അടുത്ത റീലുമായിട്ട് വരുന്നത്. പിന്നെ അവര് സഹിക്കുവോ? ഇവിടെ ചാകുന്നില്ലായിരുന്നു കമന്റ്. ഇവിടെ ചത്തില്ലേ? ഇവിടത്തെ ചാവാത്തെ? ക്യാൻസർ വന്നിട്ട് ഈ നാശം ചാകുന്നില്ലേ? ഞങ്ങൾക്ക് വായിക്കുന്ന കമന്റ്സ് എനിക്ക് ചിരിയാ വരുന്നത്. ഈ നാശം ചാകുന്നില്ല, ഇവിടെ ക്യാൻസർ വന്നിട്ട് ഈ സാധനം ചാകുന്നില്ലല്ലോ എന്നാ. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാവുമായിരുന്നു? കിച്ചു കൂടെ ഉണ്ടാവും അല്ലെ? ഇപ്പൊ ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞ കിച്ചു ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നോക്കി ചേച്ചിക്ക് വേണ്ടി ഓടി നടക്കേണ്ട ഒരു ആളാണ്. അങ്ങനെയായിരുന്നു നമ്മുടെ മനസ്സിലതായിരുന്നു. പക്ഷെ വിധി അതല്ലല്ലോ. പൈസയ്ക്ക് മുന്നിൽ പരുതും പറക്കത്തില്ലല്ലോ. പൈസ. ഈ ക്യാൻസർ കൊണ്ട് പഠിച്ചൊരു പാഠം എന്താ? ക്യാൻസർ കൊണ്ട് ഞാൻ ഒറ്റ കാര്യം പഠിച്ചിട്ടുള്ളൂ. ചുരുക്കി പറഞ്ഞ ഒരൊറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സ്നേഹിച്ചവരാരും എനിക്കില്ല, എന്നെ സ്നേഹിച്ചവർ മാത്രമേ എനിക്കുന്നുള്ളൂ. സിമ്പിളാ. ഇതിനകത്ത് ചേച്ചീനെ നോക്കിയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ സഹോദരി ചേച്ചി. ചേച്ചിയുടെ ആ ഒരു കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ ജോലി വരെ വിട്ട് ചേച്ചിയുടെ കൂടെ നിൽക്കാൻ ചേച്ചി അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? ചേച്ചിട്ട് പറഞ്ഞിട്ടാണോ? അങ്ങനത്തെ കഴിഞ്ഞിട്ടാണ് അറിയുന്ന കാര്യങ്ങൾ. അവള് ജോലി വിടുന്നൊന്നും എന്നെ ഞാൻ ഓർത്തു പോലും. പൊന്നു പോലാണ്, ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലാണ് എന്നെ നോക്കുന്നത്. അതൊക്കെ നമ്മളെന്ത് പുണ്യം ചെയ്തിട്ടാണ്. ഈ ഒരു കാലത്ത് ആരും നോക്കൂല്ലേ അതേപോലെ? സ്വന്തം സഹോദരങ്ങൾ പോലും ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നോട് ഞാൻ പറഞ്ഞില്ല, പ്രശസ്തയായിട്ടുള്ള സ്ത്രീ എന്നോട് പറഞ്ഞത്, രേണുവിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്നാണെന്നറിയാം, ഈ സമയത്തും സ്വന്തം ചേച്ചി നോക്കുന്നത്. ഞങ്ങൾക്കൊന്നും അത് കിട്ടിയില്ലല്ലോ രേണുവിന്. എന്നെ ഇമോഷണലാക്കിയ ഒരു കാര്യമാണ് അവര് പറഞ്ഞത്. ചേച്ചി ആലോചിച്ചിട്ടുണ്ട്? അപ്പൊ ചേച്ചി അവിടെ കിടന്ന് ഇത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ചേച്ചിനെ കുളിപ്പിക്കുന്നത് വരെ ചേച്ചിയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ചേച്ചിയുടെ മുന്നിൽ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട്
അവരപ്പുറത്ത് മാറിയിരുന്ന് കരയുന്നുണ്ടാവും. അതെ അതെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് കരഞ്ഞു കണ്ടിട്ടുണ്ട്. എന്നെ ആദ്യം ഐസിയുലാക്കിയപ്പം പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. പൊട്ടിക്കരഞ്ഞ എന്നെ കണ്ടോണ്ട് പെട്ടെന്ന് മാറി. പല ഫോൺ വിളിച്ച് കൂട്ടുകാരോടാണ് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുമുണ്ട്. എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് മാറും. ഭയങ്കര സങ്കടമായിട്ടുണ്ട്. ആ ഒരു സമയത്ത് മക്കളെ ആലോചിച്ചുള്ള ഒരു പേടി എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് ഇപ്പൊ അന്നേരം കിച്ചുവിനെ മനസ്സിലുണ്ടാവും എന്നുള്ളത് എനിക്ക് ഊഹിക്കാം. മക്കളെ ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണും. പക്ഷെ ഞാൻ എത്ര അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഇത്ര ഓപ്പൺ ആയിട്ട് പറഞ്ഞത്. ഞാൻ പറയത്തില്ലായിരുന്നു. ആ പേടി, ആ വിഷമം ഉണ്ടായിരുന്നു. ഋതപ്പന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് സഹിക്കത്തില്ല. ഇങ്ങനെ ഫേസ് ചെയ്യും, ഋതപ്പനെ എങ്ങനെ ഫേസ് ചെയ്യുന്ന അവന് ഭയങ്കര സങ്കടമായിരിക്കും എന്ന് എനിക്ക് അറിയാമായിരുന്നു. അവൻ ഈ മുടിയൊക്കെ പോകുന്നതാണ് ഭയങ്കര വിഷമം. അവൻ അതൊക്കെയാണ് നോക്കുന്നത്, അല്ലാതെ ക്യാൻസർ എന്നാന്നോ അത് കാർന്ന് തിന്നുന്ന സംഭവമാണെന്നോ ഒന്നും അറിയില്ലല്ലോ. ചേച്ചി ഇപ്പൊ ഫിറോസിനെ പറ്റിയിട്ട് ചേച്ചി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഫിറോസും ചേച്ചിനെ പറ്റി കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് ആളുകൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ പറ്റി എടുക്കാം. അപ്പൊ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഇടയിൽ ഫിറോസ് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്നുള്ളത്. അപ്പൊ അതെ, കൂടുതലൊന്നും പറയിപ്പിക്കരുത്. അതെന്തായിരുന്നു? അതെന്താണെന്ന് പറയിപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അതിനകത്ത് നമ്മൾ ഫിറോസ് എന്നെ പറ്റി ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല. ഇനിയിപ്പോ എന്ത് പറയാനാ? ഫിറോസിക്ക എനിക്ക് വയ്യാണ്ടായപ്പം വിളിച്ചിരുന്നു കേട്ടോ. വിളിച്ചിരുന്നു. എന്റെ ചേച്ചിയാണ് ഫോൺ എടുത്തത്. അപ്പൊ നമ്മള് വയ്യാതെ വന്ന് ഒരു മനുഷ്യൻ വിളിക്കാന്ന് പറഞ്ഞാൽ അത്രയും നാളും നമ്മളെ നെഗറ്റീവ് പറഞ്ഞിട്ട് വയ്യാതപ്പോ ഒരാൾ വിളിച്ച് തിരക്കാന്ന് പറഞ്ഞാൽ അതിപ്പരം നമുക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളടാ എല്ലാം. അതും പ്രത്യേകിച്ച് ക്യാൻസർ പോലെ ഒരു അസുഖം വന്നപ്പോൾ അയാൾ വിളിച്ചിട്ട് ഞാനല്ല എടുത്തത്, എൻ്റെ ചേച്ചിയാണ് എടുത്തത്. അപ്പം പറഞ്ഞ് രേണുവിന് എന്നാ ഉണ്ട്, അപ്പം പറഞ്ഞ് ഇന്ന പോലെ ആണോ, അയ്യോ അറിഞ്ഞുകൊണ്ട് വിളിച്ചു. പിന്നെ ഇവിടെ വന്നു എന്നെ കാണാൻ. ഞാനില്ലായിരുന്നു, ഹോസ്പിറ്റലായിരുന്നു അന്ന്. ഇവിടെ വന്നിട്ട് പോയി. നമ്മളിനി എന്ത് പറയാനാ. ഒരുപാട് താങ്ക്സ്. സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾക്കൊക്കെ പിന്നിൽ ഫിറോസ് ആണ് എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ്. ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. എന്താണെന്ന് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് വെച്ചാൽ എന്നെ തീർക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം. ഞാൻ ചോദിക്കുന്നത് അതെന്തിനാണ് എനിക്കറിയില്ല. ഇവർക്ക് എൻ്റെ വലിയ കാര്യങ്ങൾ എന്നെ പറ്റി ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ മറ്റേ നമ്മുടെ ആദ്യം സംസാരിച്ച അബോർഷൻ കേസ് കെട്ട് പോലും ഫിറോസിന്റെ പോസ്റ്റ് ഉണ്ടായിരുന്നു. ഫിറോസിനെ ആരാണ്ട് വിളിച്ചു പറഞ്ഞെന്നോ. ഇതൊക്കെ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഫിറോസിനെ അറിയാമെങ്കിൽ ഫിറോസ് പറയട്ടെ എന്ന്. ആരാ അത്? ഫിറോസിനോടല്ലേ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു. എന്നാൽ ഫിറോസ് പറയട്ടെ. ഫിറോസും ഞാനും തമ്മിൽ ആദ്യമായിട്ട് ശത്രുവായിട്ടായിരുന്നു ആദ്യമായിട്ട് നമുക്ക് വീട് തന്നെ. നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഫിറോസും ഞാനും തമ്മിലുണ്ടായിരുന്നു. മെസ്സേജുകൾ അയക്കാറുണ്ടായിരുന്നു, കോൾ ചെയ്യാറുണ്ടായിരുന്നു. ഇതൊക്കെ മറന്നോണ്ട് ഈ ഫിറോസ് എനിക്കിട്ട് നെഗറ്റീവ് അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അതാ പറഞ്ഞത്, അവനവൻ അറിയാം അവനവൻ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്ന്. പിന്നെ എന്താണ് അതോ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്നാണെന്ന് അറിയത്തില്ല. ഇവർക്കൊക്കെ അറിയാം ഇവരൊക്കെ ആരായിരുന്നു എന്തായിരുന്നെന്ന്. അങ്ങനെയൊന്നും ഒരു കോണ്ടാക്ട് പോലും ഇല്ലാതിരുന്ന ഒരാൾ പറഞ്ഞാൽ ഓക്കെ ശരി, നമ്മൾ സമ്മതിച്ചു കൊടുത്തു, അംഗീകരിച്ചു. ഫിറോസ് ഞാനുമായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല, ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ലായിരുന്നു, ഒരു മെസ്സേജ് വായിച്ചിട്ടില്ലാത്ത ഒരാളായിരുന്നെങ്കിൽ ഫിറോസ് എന്നെ പറ്റി 2-3 തെറി പറയാ, കുറ്റം പറയാ, എന്നെ പറ്റി ചെകഞ്ഞ് അന്വേഷിച്ചാണ് ശരി, ഞാൻ മിണ്ടാതെ കേട്ടേനെ, പറയട്ടെ. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഈ വീടിന്റെ അവസ്ഥ ശരിക്കും എങ്ങനെയാ? ചേച്ചി ഒരിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോർന്നൊലിക്കുന്നുണ്ട്. അപ്പൊ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തു തന്നു എന്നുള്ള രീതിയിലേക്ക് ചേച്ചി വിചാരിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ ഒന്ന് സത്യം പറഞ്ഞ ആദ്യത്തെ ആ വിവാദം നടന്നപ്പോൾ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. ഇവിടെ വന്ന മീഡിയക്കാരുടെ ദേഹത്തോട്ട് ഇവിടുന്ന് വെള്ളം വീണപ്പോഴാണ് അവരറിയുന്നത് ചോർച്ചയാണെന്ന്. ഇങ്ങനെ എറിച്ചില് അത് ശരിയാക്കി തന്നു. പിന്നീട് ഇവിടെ ചില്ലിട്ടെല്ലാം ശരിയാക്കി തന്നു. ഈ സന്ദീപ് ഞാൻ അയാളെ മനഃപൂർവ്വം അപമാനിച്ചൊന്നുമല്ല. ഇതൊക്കെ അവിടുന്ന് വന്നതാണ്. ഞാൻ ഈ വെടുവായി അടിക്കുന്ന പോലെ എന്തെങ്കിലും ചോദിച്ചാൽ ഞാനൊന്നും മിണ്ടാതിരിക്കത്തില്ല. ഞാനെല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്ന കൊണ്ട് ഞാൻ പറഞ്ഞാണ്. അപ്പം ഇയാളെ മനഃപൂർവ്വം ഞാൻ കരിവാരി തേക്കാൻ സംസാരിച്ചതെന്നൊക്കെ ഓർത്തായിരിക്കും അന്ന് മുതൽ എന്നെ ഒരു ശത്രുവായിട്ട് കാണുകയും എൻ്റെ കാര്യങ്ങൾ ചെകഞ്ഞ് നോക്കുകയും ചെകഞ്ഞ് പറയുകയും അവിടെ ഇവിടെ ചെന്ന് പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്ത് അതുകൊണ്ടായിരിക്കും. പക്ഷെ എന്നിട്ടും ഇയാൾ ഇത് മറന്നു. ഞാനുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്ന സമയത്ത് ആൾ മറന്നുപോയി. ഇപ്പൊ ഈ സന്ദീപ് എടപ്പാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിനെ വീട്ടിൽ വന്നിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഫിറോസ് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ആ ഒരു വിഷയം? എന്താണ് ആക്ച്വലി
സത്യം പറഞ്ഞാൽ ആ സമയത്തൊക്കെ ഞാൻ കിടന്ന സമയമാണ്. എന്നിട്ടും വ്ളോഗർമാരാണല്ലോ ഈ സന്ദീപ് എടപ്പാള്, നമ്മുടെ ആ സ്ത്രീ, അവരുടെ പേര് പറയാൻ എനിക്ക് അറപ്പായതുകൊണ്ട് ഞാൻ നാക്ക് കൊണ്ട് എന്റെ നാക്കിനെയും വയ്യാണ്ടാവും, അതൊന്നും പറയുന്നില്ല. അതുൽ വ്ളോഗർ, ഇവരൊക്കെ എനിക്കെതിരെ തിരിഞ്ഞാണ്. ഈ സമയത്തെല്ലാമാണ് ഒരു ഇതുപോലെ എല്ലാം കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ഫാദർ നോബൽ ഫിലിപ്പ് അമ്പലവേലി അദ്ദേഹം എനിക്ക് അനുകൂലമായിട്ട് സംസാരിച്ചത്. അത് വേറൊന്നും കൊണ്ടില്ല, നമുക്ക് അസുഖം വന്നപ്പോൾ അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആയതുകൊണ്ട്, അദ്ദേഹം ഒരു ദൈവപുരുഷനായതുകൊണ്ട്, അദ്ദേഹം വലിയൊരു മനുഷ്യനായതുകൊണ്ടാണ് എനിക്ക് അനുകൂലമായിട്ടന്ന് സംസാരിച്ചത്, അല്ലേ? ദൈവപുരുഷനാണെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. അപ്പം അങ്ങനെ സംസാരിച്ച സമയത്ത് അദ്ദേഹത്തെ എങ്ങനെയും ഇവർ ഈ സന്ദീപ് എടപ്പാളിനെ പോലുള്ള കുറേ എണ്ണം അദ്ദേഹത്തെ നെഗറ്റീവ് അടിക്കാൻ നോക്കി. അദ്ദേഹം എന്തും ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ ശീതയുദ്ധം പോലെ ഞാനും അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും പറയട്ടെ. അത് ഞങ്ങൾ ആ ക്യാൻസർ രോഗം വന്നപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് എന്നെ പ്രാർത്ഥിച്ചതോടുകൂടി അത് തീർന്നു. അദ്ദേഹം വലിയൊരു മനുഷ്യനാണെന്നത് കാണിച്ചു തന്നു. അപ്പം അദ്ദേഹത്തെ ഇങ്ങനെ നിരന്തരം അപമാനിച്ചപ്പോഴാണ് അദ്ദേഹമാണ് കേസ് കൊടുത്തതും കാര്യങ്ങളുമായിട്ടും. എന്തായാലും എനിക്കെതിരെ അദ്ദേഹത്തിനെതിരെയാണല്ലോ ഈ പ്രതി. അപ്പം ആ ഒരു പ്രതിയെ അവിടെ ചെന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. അത് വളരെ സന്തോഷം. ഒരു ദിവസമല്ല അവൻ ലോക്കപ്പിൽ കിടന്നോ, ഒരു ദിവസമാണെങ്കിലും കിടന്നോ, അത് മതി. പിറ്റേ ദിവസം ജാമ്യം കിട്ടി പോട്ടെ, എന്തുമായിട്ട്.